ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എന്തെല്ലാം വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയൊരു കാര്യം പറയാമെന്ന് കരുതി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ലോകത്ത് ഒരേ ഒരു ബോഡി ടൈപ്പ് കാർ മാത്രമാണ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഒരേ ഒരു ഷേപ്പ് വാഹനമാണ് ഉള്ളതെങ്കിൽ എന്ത് ബോറിംഗ് ആയിരിക്കും അല്ലേ? പ്രത്യേകിച്ച് വാഹനങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് അത് സഹിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഒരു വാഹനം റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കാറുണ്ട്? അതിന്റെ ബോഡി, അതുപോലെ തന്നെ ഷേപ്പ്, ഡിസൈൻ, സൈസ്, ഹൈറ്റ്, ഗ്രൗണ്ട് ക്ലിയറൻസ്, എത്ര ഡോറുകളുണ്ട്, അങ്ങനെ എത്ര കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരുപാട് തരത്തിലുള്ള ബോഡി ടൈപ്പുള്ള കാറുകൾ ഇന്ന് നമുക്കുണ്ട്. ഓരോ ബോഡി ടൈപ്പിനും ഓരോ പേരുകളാണ്. അതിൽ സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന ടൈപ്പുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അതിൽ ഒന്നാമത്തേത് സെഡാൻ അല്ലെങ്കിൽ സലൂൺ എന്ന് പറയും. സെഡാൻ ടൈപ്പ് കാറുകൾ ഒരു 3 ബോക്സ് ഡിസൈൻ ആണ്. അതായത് എഞ്ചിൻ കമ്പാർട്ട്മെന്റ്, പാസഞ്ചർ കമ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ ലഗേജ് കമ്പാർട്ട്മെന്റ്. ഈ 3 കമ്പാർട്ട്മെന്റും സെപ്പറേറ്റ് ആയിരിക്കും. സെഡാൻ ടൈപ്പ് കാറുകൾക്ക് 4 ഡോറുകളും അതുപോലെ തന്നെ 2 റോ സീറ്റുകളും ആയിരിക്കും. അതുപോലെ തന്നെ 5 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി കാറാണ് സെഡാൻ. ഇനി നമുക്ക് കുറച്ച് സെഡാൻ കാറുകൾ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ടൊയോട്ട കാംറി, അതുപോലെ തന്നെ ഹുണ്ടായ് വെർണ, ടൊയോട്ട യാരിസ്, അതുപോലെ തന്നെ ലെക്സസ് ES 350, പിന്നെ നമ്മുടെ സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ. ഇനി നമുക്ക് അടുത്ത ടൈപ്പിലോട്ട് പോകാം. അടുത്ത ടൈപ്പ് ആണ് ഹാച്ച് പാക്ക്. ഹാച്ച് പാക്കും സെഡാനും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്നത് ഹാച്ച് പാക്ക് കാറുകളിൽ 2 ബോക്സ് ഡിസൈൻ ആണുള്ളത്. അതായത് എഞ്ചിൻ കമ്പാർട്ട്മെന്റും പാസഞ്ചർ കമ്പാർട്ട്മെന്റും മാത്രമേ ഉണ്ടാകുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങൾ കാണുന്ന പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ യാരിസ് സെഡാൻ മോഡലും അതുപോലെ തന്നെ യാരിസ് ഹാച്ച് ബാക്കിന്റെ ഫോട്ടോയാണ് ഈ കാണിക്കുന്നത്. ഇതിൽ ഹാച്ച് പാക്കിന്റെ ഒരു വ്യത്യാസം പറഞ്ഞത് അതിന്റെ ഒരു ലഗേജ് കമ്പാർട്ട്മെന്റ് ഹാച്ച് പാക്കിൽ ഉണ്ടാവില്ല. സെഡാനിന് ആ ഒരു ലഗേജ് കമ്പാർട്ട്മെന്റ് ഉണ്ടാകും. അപ്പോൾ അതാണ് അതിന്റെ ഒരു മെയിൻ വ്യത്യാസം. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ ലഗേജ് കമ്പാർട്ട്മെന്റ് പാസഞ്ചർ കമ്പാർട്ട്മെന്റിലോട്ട് ഇന്റർഗ്രേറ്റ് ചെയ്ത രീതിയിലായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഹാച്ച് ബാക്ക് കാറുകൾ പൊതുവെ ചെറിയ കാറുകളാണ്. അത് 2 ഡോർ ഉള്ളതും 4 ഡോർ ഉള്ള ഹാച്ച് ബാക്ക് നമുക്ക് അവൈലബിൾ ആണ്. അതിന് ഉദാഹരണമാണ് നമ്മുടെ യാരിസ്, അതുപോലെ തന്നെ വാഗൺ ആർ, സ്വിഫ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ മിനി കൂപ്പർ, ഫോക്സ് വാഗന്റെ പോളോ GTI, അതൊക്കെ ഹാച്ച് ബാക്കുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത ബോഡി ടൈപ്പ് പരിചയപ്പെടാം. അതാണ് SUV, സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ. ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു കാറ്റഗറിയാണ് SUV. കാരണം ഇത് ഓഫ് റോഡ് പർപ്പസിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ്, ഉയരം കൂടിയ ബോഡിയുമാണ്. കൂടാതെ ഇത് 4 വീൽ ഡ്രൈവും കൂടി വരുമ്പോൾ SUV എന്നത് ഒരു ഫുൾ കംപ്ലീറ്റ് പാക്കേജ് ആണ്. ഇനി SUVകൾക്ക് ഉദാഹരണങ്ങളാണ് ടൊയോട്ട ലാൻഡ് ക്രൂസർ, നിസാൻ പാട്രോൾ, അതുപോലെ തന്നെ ഫോർഡ് എൻഡോവർ, MG ഗ്ലോസ്റ്റർ എന്നിവയൊക്കെ SUVകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് SUVയുടെ ലുക്കും അതിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജും മാത്രം മതി, ഓഫ് റോഡ് പർപ്പസും അതുപോലെ തന്നെ 4 വീൽ ഡ്രൈവ് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോമ്പാക്ട് SUV എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി അവൈലബിൾ ആണ്. അതിന് ഉദാഹരണങ്ങളാണ് നമ്മുടെ ടൊയോട്ട RAV4, അതുപോലെ തന്നെ സുസുക്കിയുടെ ബ്രസ, ഹുണ്ടായ് ക്രെറ്റ, അതുപോലെ തന്നെ സ്കോഡ കുഷാക് എന്നിവയൊക്കെ കോമ്പാക്ട് SUVകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് പരിചയപ്പെടാം. അതാണ് ക്രോസ് ഓവർ. അതായത് നമ്മുടെ ഹാച്ച് ബാക്കിന്റെയും SUVയുടെയും ഗുണങ്ങൾ ഒത്തുചേർന്നിട്ടുള്ള ഒരു ഡിസൈനാണ് ക്രോസ് ഓവർ. ക്രോസ് ഓവറിന്റെ ഉദാഹരണങ്ങൾ നമ്മുടെ കൊറോള ക്രോസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നിസാൻ മാഗ്നൈറ്റ് ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇനി അടുത്തൊരു അടുത്തൊരു ടൈപ്പാണ് MPV, മൾട്ടി പർപ്പസ് വെഹിക്കിൾ. അതായത് കൂടുതൽ ആളുകൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാനും കൂടുതലായിട്ടും ട്രാൻസ്പോർട്ടേഷൻ പർപ്പസിനാണ് ഈ വാഹനങ്ങൾ ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ MPVകൾ അധികവും നീളം കൂടിയ 7 സീറ്റർ വാഹനങ്ങളായിരിക്കും. അതുപോലെ തന്നെ 3 റോ സീറ്റുള്ള വാഹനങ്ങളും ആയിരിക്കും. 7 സീറ്റർ അല്ലാത്ത MPVകളും അവൈലബിൾ ആണ്. ഇനി MPVകൾക്കുള്ള ഉദാഹരണങ്ങളാണ് ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ, അതുപോലെ തന്നെ ടൊയോട്ട വെൽഫെയർ, അതുപോലെ തന്നെ കിയ കാർണിവൽ, എർട്ടിക. ഇതൊക്കെ MPVകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി അടുത്ത ഒരു ബോഡി ടൈപ്പാണ് കൂപ്പെ. കൂപ്പെ എന്ന് പറയുന്നത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്പോർട്ടി ആയിട്ടുള്ള കാറുകളാണ്. കൂപ്പയ്ക്ക് നീളം കൂടിയ ബോണറ്റും അതുപോലെ തന്നെ ഒരു സ്ലോപ്പിംഗ് റൂഫ് അങ്ങനെയുള്ള ഡിസൈനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ. 2 ഡോറുകളായിരിക്കും കൂപ്പയ്ക്ക് ഉണ്ടാവുക. ചില കൂപ്പെ കാറുകളിൽ 2 റോ സീറ്റുകളും ഉണ്ടാവും. ഇതിന് ഉദാഹരണങ്ങളാണ് BMWയുടെ M4, അതുപോലെ തന്നെ പോർഷെ 911. ഇനി അടുത്തൊരു ബോഡി ടൈപ്പാണ് കൺവെർട്ടബിൾ. അതായത് കൺവെർട്ടബിൾ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന്റെ റൂഫ് പൂർണ്ണമായിട്ട് മടക്കി വെക്കാൻ പറ്റുന്ന കാറുകളെയാണ് കൺവെർട്ടബിൾ കാർ എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ ഏത് തരത്തിലുള്ള ബോഡി ടൈപ്പ് ആയിക്കോട്ടെ, അതിന്റെ റൂഫ് മടക്കി വെക്കാൻ കഴിയുന്നെങ്കിൽ അതിനെ നമ്മൾ കൺവെർട്ടബിൾ കാർ എന്ന് വിളിക്കും. ഓക്കെ, ഇനി കൺവെർട്ടബിൾ കാറിന്റെ ഉദാഹരണങ്ങളാണ് BMW Z4, അതുപോലെ തന്നെ മെഴ്സിഡസ് ബെൻസിന്റെ E53. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.